കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതോടെ അപ്രതീക്ഷിതമായ നയതന്ത്രപരമായ തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് ഭാരതം പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പൊള്ളിക്കാൻ തയ്യാറെടുക്കുകയാണ് ഭാരതം. എങ്ങനെയെന്നല്ലേ? ഭാരതത്തിന്റെ തുറുപ്പ് ചീട്ടാണ് ഇറാനിലെ ചബഹാർ തുറമുഖം വേഗത്തിൽ വികസിപ്പിക്കാൻ നിലവിൽ ഭാരതം കൈക്കൊണ്ടിരിക്കുന്ന അതിവേഗ നീക്കങ്ങൾ എല്ലാം തന്നെ ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ ചൊടിപ്പിക്കാൻ സാധിക്കുന്നവയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. എളുപ്പത്തിൽ കൂറ്റൻ ചരക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന ഈ കടൽ മേഖല നിലവിൽ 10 വർഷത്തേക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും CPICയുടെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഭാരതത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്. ഭാരതത്തിനും മധ്യേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയായി ചബഹാറിനെ കാണുന്നു. ഭാരതം, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായ നയതന്ത്ര സ്ഥലത്താണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നതെന്നത് ഏറെ ഗുണകരമാണ്. തുറമുഖ വികസനത്തോടൊപ്പം റെയിൽവേ ലൈൻ വഴി ഇറാനുമായി ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമാണ്. ചബഹാർ തുറമുഖത്ത് നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം. പാകിസ്ഥാന്റെ ചൈന പിന്തുണയ്ക്കുന്ന ഗ്വാദർ തുറമുഖത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യയുടെ ഈ നടപടിയുടെ ലക്ഷ്യവും. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അതായത് CPEC ഒഴിവാക്കി പശ്ചിമേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഭാരതത്തിന് ഒരു വഴി ഒരുക്കുന്നത് ചബഹാർ തന്നെയാണ്. നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതിനാൽ ചബഹാർ ഭാരതത്തിന് നിർണായകമാണ്. ലൈവ് മിൻ റിപ്പോർട്ട് അനുസരിച്ച് ചബഹാർ തുറമുഖത്തിന്റെ വികസനം ഭാരതത്തിന്റെ പ്രാദേശിക കണക്ടിവിറ്റിയും വ്യാപാര അവസരങ്ങളും വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനം ശക്തിപ്പെടുത്താൻ ഒരുപാട് സഹായിക്കും. ചബഹാർ തുറമുഖത്തെ ഇറാന്റെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും ഇറാനും സംയുക്തമായി ചബഹാർ, സഹദാൻ നഗരങ്ങൾക്കിടയിൽ പുതിയ റെയിൽ കണക്ടിവിറ്റി വികസിപ്പിക്കുന്നുമുണ്ട്. ചബഹാർ തുറമുഖത്തെ അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിയുടെ അതായത് INSTCയുടെ പ്രവേശന കവാടമാക്കി മാറ്റും. കാസ്പിയൻ കടലിന്റെ കിഴക്കൻ ഭാഗം, അഫ്ഗാനിസ്ഥാൻ, യുറേഷ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കുള്ള പ്രധാന വ്യാപാര പാതയായിരിക്കും ഈ ഇടനാഴി എന്നതിൽ ഒരു സംശയവുമില്ല. ഈ അടുത്ത് ചബഹാർ തുറമുഖം ഭാരതത്തിന്റെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. അതിനാൽ റെയിൽ ലൈനുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നത് ഊന്നൽ നൽകിയിട്ടുണ്ട്. 2016 ഇന്ത്യൻ റെയിൽവേയുടെ IRCON ഇറാനിയൻ റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും അതായത് CDTICയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു. എന്നാൽ 700 കിലോമീറ്റർ നീളമുള്ള ചബഹാർ സഹൈദാൻ റെയിൽവേ ലൈനിന്റെ പണി വളരെ മന്ദഗതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ദ്രുതഗതിയിലുള്ള നടപ്പാക്കലിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖം അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തും കാസ്പിയൻ കടലിലും അതിനപ്പുറത്തും സ്ഥിതി ചെയ്യുന്ന മധ്യേഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തികവും പ്രവർത്തനപരവുമായ നേട്ടങ്ങൾ നൽകുന്നുമുണ്ട്. നിലവിൽ ചബഹാർ തുറമുഖത്തിന്റെ കിഴക്കൻ മേഖലയിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇത് സഹായകമാകുന്നു. ഏറ്റവും അടുത്തുള്ള തുറമുഖമായ ഗുജറാത്തിലെ കാണ്ട്ല ചബഹാറിൽ നിന്ന് 550 നോട്ടിക്കൽ മൈൽ അകലത്തിലാണ്. അതേസമയം ചബഹാറിനും മുംബൈക്കും ഇടയിലുള്ള ദൂരം 786 നോട്ടിക്കൽ മൈലുമാണ്. ഒരു പ്രത്യേക സ്വതന്ത്ര മേഖലയുമായി തുറമുഖത്തിന്റെ സംയോജനം അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്.